ഹലോ വെൽക്കം ടു ചിത്താ വീ ഡിലൈറ്റ്സ്. ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നൈ ദർബാർ റെസ്റ്റോറൻറ്റിൽ പോവാണ്. അങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ റൂമൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 25 ഇയേഴ്സോളം ആയി അമ്മ സൗദി അറേബ്യയിൽ സെറ്റിൽഡ് ആയിട്ട്. അമ്മ ഏട്ടനോ അച്ഛനോ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എന്താ നമുക്ക് നടത്തിയേക്കാം, അടുത്ത് തന്നെയാണ് നമുക്ക് ചെന്നൈ റെസ്റ്റോറൻറ്റ്. അപ്പൊ പിന്നെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരാരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് പോകാനൊക്കെ പറ്റും. ഏകദേശം അവിടേക്ക് പോകുന്ന വഴിക്ക് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ആക്ച്വലി ഇത് സൗദി അറേബ്യയാണ്, ഇവിടെ മരുഭൂമിയാണ് എന്നൊക്കെ പറയാമെങ്കിലും നമുക്ക് ഗ്രീനറീസ് ഒക്കെ ഈ ഒരു റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. റോഡിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മളൊരു സൈഡിൽ ചേർന്ന് നടന്നു പോവാണ്. കുട ഉള്ളത് കൊണ്ട് വെയിലിന്റെ കാഠിന്യം അത്ര അറിയുന്നില്ല. എന്നാലും ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ചെന്നൈ എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറന്റ് പേര് പോലെ തന്നെ ഒരു തമിഴ്നാട് ടച്ച് ആണ് ഇവിടുത്തെ ഫുഡൊക്കെ. ഇവിടുത്തെ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അച്ഛനില്ലാതെ അമ്മ അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. അപ്പൊ അതിന്റെ ഒരു ചമ്മലും ഉണ്ട്, അമ്മയ്ക്ക് സന്തോഷവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ, നല്ല ഗീ റോസ്റ്റ് ആണ്. ഇവിടുത്തെ തക്കാളി ചട്നി എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ ഒരുപാട് കഴിക്കാറുണ്ട്. അധികം സാമ്പാറും വേറെ വെള്ള ചമ്മന്തിയേക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടം തക്കാളി ചട്നിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റർ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 എണ്ണം. അങ്ങനെ അതും വന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് നമ്മള് വാശേരിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാനുള്ള സമയമായി. അച്ഛനോ ഏട്ടനോ ഒന്നും ഇല്ലാതെ ഞങ്ങൾ പൊതുവെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. അതും പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ തന്നെയാണ് മോസ്റ്റ്ലി വരിക. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇത് എനിക്കും വേറൊരു അനുഭവമായിരുന്നു. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഇനി അതൊന്നും ഒരിക്കലും മറക്കില്ല. ഇവിടെ ഒരു രാജാപ്പാട്ട് സെറ്റപ്പാണ് കേട്ടോ, ഒരു കൊട്ടാരം പോലെയൊക്കെയാണ് ചെന്നൈ സെറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെയർസ് ഒക്കെ അങ്ങനത്തെയാണ്. അപ്പൊ എന്തായാലും ചെന്നൈയോട് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുടയൊക്കെ നിവർത്തി പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് വീണ്ടും നടക്കാനുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാ. കണ്ടില്ലേ അവിടെ പാംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. റോഡിന് നടുവിലായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ എറണാകുളം സിറ്റീസിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ തന്നെയാണ് ഇവിടെയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്ന് ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട പാർക്കാണ്. നമ്മൾ ആ പാർക്കിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ, ഇപ്പോ ഈന്തപ്പന എല്ലാം പൂത്ത് നിൽക്കുകയാണ്, നിറയെ ഈന്തപ്പഴങ്ങളൊക്കെ ആയിട്ട്. നല്ല രസമാണ് അത് കാണാൻ. ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. ഈ പാർക്ക് ഭയങ്കര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു പാർക്കാണ്. വെയില് ഉള്ള സമയത്തല്ലാതെ നമുക്ക് കുറച്ചുകൂടി വെയിലൊക്കെ താഴ്ന്ന സമയത്തൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. അമ്മയും അച്ഛനൊക്കെ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അച്ഛൻ ഇവിടെ ഒരു 8 to 10 റൗണ്ട്സ് 11 റൗണ്ട്സ് ഒക്കെ നടക്കാറുണ്ട്. അമ്മയും കൂടെ തന്നെ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടം കാണാൻ നല്ല രസമാണ്. നിറയെ ഈന്തപ്പനകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഷോ പനകളാണ് കേട്ടോ. ഇതിലൊന്നും കായ പിടിക്കില്ല. പക്ഷെ കായ പിടിക്കുന്ന പനകൾ ഇവിടെ വേറെയുണ്ട്. ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പാക്കറ്റിലുള്ള ഡേറ്റ്സ് ഒക്കെ അല്ലേ കണ്ട് ശീലമുള്ളൂ. ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടായി നിൽക്കുന്ന ഡേറ്റ്സോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇത് ഈന്തപ്പനകളുടെ നാടാണ് എന്നൊക്കെ കേട്ടപ്പോഴും എനിക്ക് പക്ഷേ ഈ സാധനം ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. നിറയെ, അതായത് നമ്മളിപ്പം ഇല്ല ചില്ലി അറിയാതെ പിടിക്കുക എന്നൊക്കെ പറയുന്ന കണക്കെ ഈ പന നിറച്ചും അത് ഫുള്ളി ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഈന്തപ്പഴം ഉണ്ടായി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ പച്ച ഈന്തപ്പഴങ്ങളൊന്നും ഈന്തപ്പനയിലൊന്നും നിൽക്കുന്നതൊന്നും വിചാരിക്കുന്നില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇത് ഏകദേശം ഒരു കുറച്ച് നാളൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് വിളയുന്ന സമയമാകുമ്പോൾ ഇതൊരു മഞ്ഞ കലർന്നിട്ട് നല്ല ചുവപ്പ് കളറാവും. അത് കാണാനും നല്ല രസമാണ്. അത് പഴുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം. അങ്ങനെ ഭയങ്കര ഭംഗിയിലാണ്. പിന്നീട് ഇത് എന്തൊക്കെയൊക്കെയോ പ്രോസസ്സ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഡേറ്റ്സ് ആയി മാറുന്നത്. പഴുത്തത് പിന്നെ കൊണ്ടുവന്ന് അവർ പറിച്ച് പിന്നീട് അതിന്റെ പ്രോസസ്സുകൾ. നോർമൽ ഡേറ്റ്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഡേറ്റ്സ് കയ്യിൽ കിട്ടുന്നതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റും ഈ ഡേറ്റ്സ്. അതായത് ഇങ്ങനെ തന്നെ പൊട്ടിച്ച് കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ആരൊക്കെയോ വന്നപ്പോൾ തല്ലി കുഴിച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷെ ഇത് വിളഞ്ഞതല്ല. പക്ഷെ ഇതാണ് നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഡേറ്റ്സിന്റെ ഒരു പഴുക്കാത്ത ഭാഗം. കണ്ടില്ലേ, ആ ഒരു കയ്യിലിരിക്കുന്നത് ഇച്ചിരി ഒരു മഞ്ഞ കലർന്ന റെഡ് കളർ ആണെങ്കിൽ പോലും അതും അത്ര വിളഞ്ഞിട്ടുള്ള സാധനമല്ല, അതും പൊട്ട് തന്നെയാണ്. നോക്ക് നോക്ക്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. കൂടുതലും ഇവിടെ ഷോ പനകളൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടാവുന്ന പനകൾ കാണാനും കുഞ്ഞുങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ അവർക്ക് കഴിക്കാം എന്നുള്ള രീതിക്ക് അവരിതൊക്കെ തല്ലി കുഴിച്ചിട്ടിട്ട് പോകും. പക്ഷെ പാകമാവാത്തത് കഴിക്കാൻ പറ്റില്ല, അതിലൊരു കറയായിരിക്കും. നല്ലവണ്ണം പഴുത്തതിന് ശേഷം മാത്രമേ ഈ ഡേറ്റ്സ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമ്മുടെ നോർമൽ ഡേറ്റ്സിന്റെ സ്വാദല്ല ഇതിന്, വേറൊരു ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊക്കെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് പാർക്കിലോട്ടൊന്ന് കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറേ മുല്ലച്ചെടികൾ കണ്ടു കേട്ടോ. ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പൊ മുല്ല പൂക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും അതില് കുറേ മുട്ടയിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാടും ആ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും തോന്നും, ചിലപ്പോൾ എനിക്ക് വിഷമവും തോന്നും. നിറയെ മുല്ലമുട്ടൊക്കെ പിടിച്ച് നിപ്പുണ്ട് ആ മുല്ലയില്. നല്ല രസമുണ്ട് കാണാൻ.
അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് വിരിയാൻ പാകത്തിനുള്ള മുട്ടുകളായി നിൽപ്പുണ്ട്. ഈ അപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ വളർത്തുന്നതാണിത്. ഒരു ഇത് മാത്രമല്ല കേട്ടോ, 3 4 മുല്ല ഞാനിവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ ചെടികളുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അമ്മ എന്നോട് വാ പോകാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനം ആര്യവേപ്പാണ്. ഫുള്ളി ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ആര്യവേപ്പ് കാണാം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മരത്തിന് എന്തൊക്കെയോ കഥയുണ്ട് നമ്മ പറയുന്നുണ്ട്. ഹജ്ജിന് വന്ന് ആരോ കൊണ്ടുവന്ന വെച്ചതാണ്, പിന്നീട് സൗദി അറേബ്യ മുഴുവൻ വളർന്നു എന്നൊക്കെ പറയുന്നു. ഇതാ നോക്കി നോക്ക്, ആര്യവേപ്പ് കണ്ടോ? ആര്യവേപ്പ് ഇവിടെ എവിടെ നോക്കിയാലും ആര്യവേപ്പാണ്. അതും ഭയങ്കരമായിട്ട് ആർത്താണ് ഇവിടെ ആര്യവേപ്പ് വളരുന്നത്. എന്താണ് അതിന്റെ സീക്രട്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഒത്തിരി ആര്യവേപ്പ് കിട്ടും. ഇതാ നോക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ ചെടി ഇതാണ്. ഇതിന് എന്തോ ഒരു കായും ഉണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. നോക്ക് നോക്ക്, ഇത് ചൂരൽപ്പഴം മാതിരി അങ്ങനെയൊക്കെ തോന്നി. എന്തായാലും ഞങ്ങൾ വീണ്ടും മുന്നോട്ട് കടന്നു നമ്മുടെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര ഏകദേശം അവസാനിക്കാറായി. അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്ര അടിപൊളിയായിട്ട് അവസാനിച്ച് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് കയറുകയാണ്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. കുടയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ കേട്ടോ. കുട ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ക്ഷീണം അറിഞ്ഞിട്ടില്ല. എന്നാലും ഈ വെയിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനിടയിൽ അച്ഛന് ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കഴിക്കാനിരിക്കുന്ന ഒരു ഫോട്ടോ. അപ്പൊ അച്ഛൻ പറയണ 25 വർഷമായിട്ടോളം ഞാനില്ലാതെ എങ്ങും പോയിട്ടില്ല, നീ അവളെയും കൊണ്ട് എവിടെയാണ് പോയത് എന്നൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, അമ്മ ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ ഗീ റോസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അല്പ തമാശകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അങ്ങനെ അമ്മ ഉണ്ടാക്കി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.